Recording in progress. നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് വാം അപ്പ് ചെയ്യാം. ഞാൻ പാട്ടൊന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ. മ്യൂസിക് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തംസ് അപ്പ് കാണിക്കോ? താങ്ക് യു. Once again. Change. Risha, kaiyonnu karangi. Very good.
താങ്ക് യു. കൈ നെഞ്ചിൽ വെക്കുക. ഫീൽ എ ഹാർട്ട് ബീറ്റ്. താങ്ക് യുവർ സെൽഫ്. നിങ്ങളുടെ ബീറ്റിംഗ് ഹാർട്ടിന് താങ്ക് യു പറയാം. ജസ്റ്റ് ഫീൽ ഹാപ്പി. ഈ ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായി തീരുമാനിച്ചതിന് താങ്ക് യു പറയാം. ഹാർട്ട് ബീറ്റ് നോർമൽ ആവുന്നവരെ നിങ്ങളുടെ താങ്ക് യു മെസ്സേജ് ശരീരം മുഴുവനും സ്പ്രെഡ് ചെയ്യുക. നോർമലായി കഴിഞ്ഞാൽ ഫ്ലോറിലേക്ക് വരാം. ശരീരത്തിലുണ്ടായിരിക്കുന്ന ഓരോ ചേഞ്ചസും ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ ശരീരവും മനസ്സും ഒരേപോലെ ഹെൽത്തിയായ പോസിറ്റീവായ ഒരു ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഫീൽ ഹാപ്പി ആൻഡ് പീസ്ഫുൾ. ഹാർട്ട് ബീറ്റ് ഓക്കെ ആയി നോർമലായി എന്നുണ്ടെങ്കിൽ ഫ്ലോറിലേക്ക് വരാം കേട്ടോ. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വർക്കൗട്ട്. ഫസ്റ്റ് വൺ നമ്മൾ റഷ്യൻ ട്വിസ്റ്റ് ആണ് ചെയ്യുന്നത്. കാൽ രണ്ടും ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കാം. കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാം. സ്പൈൻ സ്ട്രെയിറ്റ്. ഹിപ്സിന്റെ വിട്ടിൽ കാല് വെക്കാം. അബ്ഡമൻ ടൈറ്റ്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സൈഡിലേക്ക്. ഫുള്ളായിട്ട് തിരിയണ്ട, കുറച്ച് തിരിഞ്ഞാൽ മതി. ബ്രീത്ത് ഔട്ട്. Then breathe in and breathe out. Keep moving. Breathe in and breathe out. Breathe in. Turn and breathe out. Slow ആയിട്ട്. Breathe in and breathe out. ബാക്കിലായിരിക്കും. Breathe in and breathe out. Breathe in and breathe out. Relax. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ കേട്ടോ. ഇപ്പൊ ആരും ചെയ്യണ്ട, ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് വയറിനും വയറിന്റെ ഈ സൈഡ് കോർ മസിൽസ് ഒക്കെ ബാക്കിലൊക്കെ വലിച്ച ഉള്ളിലേക്ക് ഇങ്ങനെ മാക്സിമം കാണാൻ പറ്റുന്നില്ല. എന്നെയോ? ഞാൻ തന്നെയാണല്ലോ മെയിൻ. പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എല്ലാവർക്കും എന്നെ കാണുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. എനിക്കും കാണാനില്ല. എന്റെ വീഡിയോ ഡബിൾ ടാപ്പ് ചെയ്യൂ. സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തു. Now it's okay. ശരി, അപ്പൊ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ചെയ്യേണ്ടത് അബ്ഡമൻ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക. അബ്ഡമൻ സൈഡ് ബാക്ക് മസിൽസ് ഒക്കെ, നിങ്ങളുടെ കോർ മസിൽസ് എന്ന് പറയുന്നത് ഈ മിഡിൽ പോർഷന്റെ ചുറ്റുമുള്ളതാണ്. ഇത് മൊത്തം ഉള്ളിലേക്ക്, എത്ര ഉള്ളിലേക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ടൈറ്റ് ചെയ്യാം. മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് നമ്മൾ ടേൺ ചെയ്യണം. മൂക്കിലൂടെ ശ്വാസം എടുത്ത് ടേൺ ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴാണ് തിരിച്ചു വരുന്നത്. ഓക്കെ, ഞാൻ മൈക്കൊന്ന് കണക്കിട്ട് സോറി. ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴാണ് തിരിച്ചു വരുന്നത്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് തിരക്ക് പിടിച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യരുത്. വോയിസ് കേൾക്കണ്ടല്ലോ അല്ലെ? ഒന്ന് തംസപ്പ് കാണിക്കൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഹിപ്സിന്റെ വിടത്തിൽ രണ്ട് കാലും വെക്കുക. കൈ നേരെ വെച്ചു. കോർ മസിൽസ് ടൈറ്റ് ചെയ്ത് എൻഗേജ് ചെയ്ത് ഇരിക്കുക. ബ്രീത്ത് ഇൻ ത്രൂ യുവർ നോസ്. മെല്ലെ ടേൺ ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് 1 2 3 4. Then change. Breathe in and breathe out. Come back. Okay, ready? Start. Sit. Spine straight. Hips in the width kaale bend ചെയ്തിട്ട് വെക്കുക. കൈ നേരെ. Abdomen tight. Breathe in to the right. Right leg full ആയിട്ട് തിരിയണ്ട. Right leg കുറച്ച് തിരിഞ്ഞാൽ മതി. Breathe out. 1 2 3 4 5 6
Breathe in, turn, and breathe out. 1, 2, 3, 4, 5, 6. Very good. Breathe in and breathe out. Come back. Breathe in, left. Breathe out. 1, 2, 3, 4, 5, 6. Breathe in. Breathe out. Breathe in and breathe out. Breathe in, right. Breathe out. Come back. Breathe in, left. Relax. Timer on നോക്കട്ടെ. Yes. Next workout. ബാക്ക് പെയിൻ ഇല്ലാത്തവർ മാത്രം ഇത് ചെയ്താൽ മതി കേട്ടോ. ബാക്ക് പെയിൻ ഉള്ളവര് കൈ ഇങ്ങനെ അണിച്ച് ഫ്രണ്ടിൽ നിൽക്കണേ. കുറച്ച് ബാക്കിലേക്ക് ഇങ്ങനെ പോവാ. ഫുള്ളായിട്ട് പോവണ്ട. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് മെല്ലെ സ്പൈൻ സ്ട്രൈറ്റ് ചെയ്ത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരും. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, മൂവ് ബാക്ക്. ബ്രീത്ത് ഔട്ട്. റെഡി? സ്റ്റാർട്ട്. ബ്രീത്ത് ഇൻ, മൂവ് ബാക്ക്. ബ്രീത്ത് ഔട്ട്. ബാക്ക് പെയിൻ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നടു വളച്ച് നിൽക്കരുത്. നട്ടെല്ല് നിവർത്തി നിൽക്കുക. ബ്രീത്ത് ഇൻ and breathe out. Keep moving. മുകളിലേക്ക് നോക്കൂ എല്ലാരും, താഴെ നോക്കരുത്. വൺസ് അഗൈൻ റഷ്യൻ ട്വിസ്റ്റ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ കാല് ബെൻഡ് ചെയ്ത് വെച്ച് ബ്രീത്ത് ഇൻ, സൈഡിലേക്ക്. Breathe out and come back. Then change. Breathe out. Keep moving. ഇതാണ് ഒന്നാമത്തെ വർക്കൗട്ട്. സ്ലോ ആയിട്ട്. വെരി ഗുഡ്. കുറച്ച് പുറകിലേക്ക് ലീൻ ചെയ്യൂ. ജീതി എന്ന് പറയുന്നത്, സോറി, ജീന. ചേഞ്ച്. നെക്സ്റ്റ് വർക്കൗട്ട്. പുറകിലേക്ക് ലീൻ ചെയ്യാം. സ്പൈൻ സ്ട്രേറ്റ്. ബ്രീത്ത് ഇൻ. പറ്റുന്നത്ര വന്നാൽ മതി. ബ്രീത്ത് ഔട്ട്. കാൽ രണ്ടും ഫ്ലോറിൽ തന്നെ നിൽക്കണം. മുകളിലേക്ക് നോക്കുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. സ്ലോ ആയിട്ട് ചെയ്യുക. സ്പീഡ് വേണ്ട. നടു നിവർത്തി വെക്കൂ. നട്ടെല്ല് നിവർത്തി വെക്കുക. ധന്യ സ്പൈൻ സ്ട്രേറ്റ്. ചെയ്ത് നിർത്തണ്ട. ഓക്കെ. ഇനി ഒരു കാല് മടക്കി വെക്കുക, മറ്റേ കാല് നീട്ടി വെക്കുക. ഓപ്പോസിറ്റ് ആർച്ച്. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ താഴെ വെക്കുമ്പോ ബ്രീത്ത് ഔട്ട് തിരിച്ചു വരിക. ബ്രീത്ത് ഔട്ട് ത്രൂ യുവർ മൗത്ത്. സ്ലോ ആയിട്ട് പോയാൽ മതി. കീപ് മൂവിങ്. യെസ്. ടു ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് then change other leg. ഒരു കാല് മടക്കി വെക്കുക, രണ്ട് കൈയും പുറകില്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാല് സർക്കിൾ ചെയ്തോളൂ. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട്. ആർച്ച്. നീട്ടി വെച്ച കാല് മുട്ട് നിവർത്തി വയ്ക്കുക. മാക്സിമം
മുട്ട് നിവർത്തി വെച്ചുകൊണ്ട് ചെയ്യാം. Keep moving. വെരി ഗുഡ്. ഇനി രണ്ട് കാലം ഒന്ന് ഒരേപോലെ ചെയ്ത് നോക്കൂ. കാലിങ്ങനെ വെച്ച് നീട്ടി വെച്ചു, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇവിടെ വെച്ചു. ബ്രീത്ത് ഇൻ, തിരിച്ച്. റെഡി? കം ഓൺ, അപ്പ്. Breathe out. 1 2 3 4 5 6. Breathe in, breathe out. 1 2 3 4 5 6. Breathe in, breathe out. 1 2 3 4 5 6. Breathe in, breathe out. 1 2 3 4 5 6. നട്ടെല്ല് നിവർത്തി വെക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ ബാക്ക് പെയിനോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം, പറയണം കേട്ടോ. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. വെരി ഗുഡ്. ഇനി ആദ്യം ചെയ്ത പോലെ ചെയ്യൂ. റഷ്യൻ ട്വിസ്റ്റ്. കാൽ രണ്ടും ഹിപ്സിന്റെ വിടത്തിൽ വെക്കുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. 1 2 3 4 5 6. മെല്ലെ ബ്രീത്ത് ഇൻ, ട്വിസ്റ്റ് ആൻഡ് ബ്രീത്ത് ഔട്ട്. സ്ലോ ആയിട്ട് വരിക. വെരി ഗുഡ്. Superb. Keep moving. Then change. മെല്ലെ പുറകിലേക്ക് നട്ടെല്ല് നിവർത്തിക്കൊണ്ട് പോവുക. Breathe out, come back. Breathe in, move back. Breathe out. നേരെ നോക്കുക, താഴേക്ക് നോക്കരുത്. Keep moving. കോർ മസിൽസ് എൻഗേജ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാം. കംപ്ലീറ്റ് അറ്റൻഷൻ അബ്ഡോമിനൽ ഏരിയയിലേക്ക് കൊടുക്കുക. Keep moving. Very good. Now ഒരു കാല് മടക്കി വെച്ചിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് breathe in, breathe out. Breathe in, slowly breathe out. Breathe in, breathe out. ഒറ്റ ബ്രീത്ത് ഔട്ടിൽ രണ്ടെണ്ണം ചെയ്യാൻ പറ്റുമോ നോക്കൂട്ടോ. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അവിടുന്ന് ശ്വാസം വിട്ടിട്ട് തന്നെ തിരിച്ച്. ഒറ്റ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അങ്ങോട്ട് പോയി തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ ഗുഡാണ്. പറ്റില്ലെങ്കിൽ ഒരു തവണ പോവാ, അവിടെ വെക്കുക, തിരിച്ചു വീണ്ടും വരിക. Now change. ഇടതുകാല് നീട്ടി വെക്കുക. Breathe out. Breathe out. തിരിച്ച്. ഒറ്റ ബ്രീത്ത് ഔട്ടിൽ തന്നെ പോയി തിരിച്ചു വരാൻ പറ്റിയ നല്ലതാണ്. Keep moving. ഷീജ പോയോ? Keep moving. Okay. Next രണ്ട് കാലും ഒന്നിച്ച് കാല് സൈഡിൽ വെക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in and breathe out. Keep moving. Keep moving. Very good. Now crab. കൈ രണ്ടും ബാക്കിൽ വെക്കുക. അബ്ഡോമൻ ടൈറ്റ്, ഹിപ്സ് അപ്പ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിന്റെ കൂടെ ഒരു കൈ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് തലയിൽ വെക്കുക. Then down. Breathe out. Up and down. ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇടുപ്പ് മാത്രം പൊക്കുക. ജീന. Hips up and down. Breathe out. Up and down. മെല്ലെ ചെയ്യാം. വെരി ഗുഡ്,
വെരി ഗുഡ് നിഷ. ചേഞ്ച്. നെക്സ്റ്റ് വർക്ക്ഔട്ട്. അങ്ങനെ ഫ്ലോറിലേക്ക് കിടന്നിട്ട് സൈഡ് വേസ് കാല് മടക്കി വെച്ച് സൈഡ് വേസ് കാലിന്റെ വിരലിൽ തൊടാൻ നോക്കുക. ആൻഡ് കം ബാക്ക്. രണ്ട് സൈഡിലും. റൈറ്റ്, കം ബാക്ക്. അബ്ഡമൻ ടൈറ്റ് ചെയ്യുക, തിരിച്ചു വരിക. റൈറ്റും ലെഫ്റ്റും ഇങ്ങനെ കിടന്നിട്ട് സൈഡിൽ കൂടെ കാലിന്റെ വിരൽ ടച്ച് ചെയ്യാൻ നോക്കിയിട്ട് തിരിച്ചു വരിക. വെരി ഗുഡ്. കീപ് മൂവിങ്. മുട്ട് ചെരിക്കണ്ട, മടക്കി അവിടെ നിന്ന് തന്നെ ബോഡി മാത്രം ചെരിക്കുക. ഓക്കെ, എല്ലാവരും എഴുന്നേറ്റിരിക്കൂ. റഷ്യൻ ട്വിസ്റ്റ് അഗൈൻ. കൈ നേരെ. ബ്രീത് ഇൻ, ടേൺ and breathe out. 1 2 3 4 5 6. Breathe in and breathe out. 1 2 3 4 5 6. ചെയ്തോളൂ. ഒരു സെക്കൻഡ്, ഇവിടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. പറയൂ, എന്താ പറഞ്ഞേ? ഒരേ 5 ആയിരിക്കണോ? ഒരേ സ്പീഡ് ആയിരിക്കണോ? സ്പീഡ് കൂടുതലാണോ? ഒരേ സ്പീഡ് പോലെ തോന്നുന്നു. ഓക്കെ, സ്പീഡ് വേണമെങ്കിൽ കുറയ്ക്കാലോ. പക്ഷെ സെയിം വർക്ക്ഔട്ട്സ് തന്നെയല്ലേ തരുന്നേ? ഒരേ വർക്ക്ഔട്ട് തന്നെയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കണം തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് നിർത്തി ശ്വാസം എടുത്തിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ഡോണ്ട് വറി. റെഡി? റഷ്യൻ ട്വിസ്റ്റ്. കാല് മടക്കി വെക്കുക, ഹിപ്സിന്റെ വിടത്തില് കൈ നേരെ നീട്ടി വെക്കുക. മെല്ലെ തിരിയ, മെല്ലെ കം ബാക്ക്. 1 2 3 4 5 6 and turn. Breathe out. 1 2 3 4 5 6. Very good. Other side. Breathe out. 1 2 3 4 5 6. Very good. Turn. Breathe out. 1 2 3 4 5 6. അതന്നെ. ഷീജ ഫോട്ടോ എടുക്കാതിരിക്കുന്ന മാതിരി ഇരിക്കണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ്. അങ്ങനെ പുറകിലേക്ക് കുറച്ച് ലീൻ ചെയ്യുക. പറ്റുന്നത്ര ലീൻ ചെയ്താൽ മതി. മെല്ലെ ലീൻ ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മെല്ലെ വരിക. സ്പീഡ് വേണ്ട. 1 2 3 4 5 6. കം അപ്പ്. സ്പീഡില്ലാതെ തിരിച്ചു വരിക. Breathe out. 1 2 3 4 5 6. Breathe in and breathe out. 1 2 3 4 5 6. Breathe in and out. 1 2 3 4 5 6. Very good. ഒരു കാലം മടക്കി വെക്കൂ. ഒരു കാലം മടക്കി വെച്ചിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മെല്ലെ കാല് സർക്കിൾ ചെയ്യുക, പുറത്ത് വെക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മെല്ലെ അകത്തോട്ട് വെക്കുക. സ്ലോ ആയിട്ട് ചെയ്താൽ മതി. അബ്ഡമൻ ടൈറ്റ് ചെയ്യുക. ലിപ്സ് ഓ ഷേപ്പിലാക്കിയിട്ട് ബ്രീത്ത് ഔട്ട്. തിരിച്ചു വെക്കുക. Keep moving. Breathe out and change. റൈറ്റും ലെഫ്റ്റും ചെയ്യാം. Then change. കാല് ചേഞ്ച് ചെയ്യാം. Other leg. Breathe out. Take it up. Breathe out. Arch. Look straight. നേരെ നോക്കി ചെയ്യൂ. നേരെ നോക്കി ചെയ്യൂ. സൂപ്പർ. അടുത്തത് രണ്ട് കാലം ചെയ്യണം കേട്ടോ. രണ്ട് കാലും ഒന്ന് ശ്വാസം എടുത്ത് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ബ്രീത്ത് ഔട്ട്. 1 2 3 4 5 6. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. 1 2 3 4 5 6. ബ്രീത്ത് ഇൻ.
Breathe out. 1, 2, 3, 4, 5, 6. Breathe in. Breathe out. Keep moving. Keep moving. Okay. ഇനി കിടക്കുക. നേരെ സൈഡിലേക്ക് ടോസ് ടച്ച് ചെയ്യാൻ പോവാ. ആൻഡ് കം ബാക്ക്. Other side and come back. Breathe in. Core muscles ഒക്കെ engage ചെയ്യാം. Breathe out. Come back. Breathe in. Other side. Breathe out. Come back. മെല്ലെ തിരിച്ചു വരാം. നെക്സ്റ്റ് മോൾ ലേറ്റ് ആണല്ലോ. വാമപ്പ് ചെയ്തോ കേട്ടോ. വാമപ്പ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ. നെക്സ്റ്റ് വൺ ക്രാബ്. കാല് ബെൻഡ് ചെയ്യാം. അബ്ഡമൻ ടൈറ്റ്. റൈസ് ഹിപ്സ്. Up and down. Breathe out. Hips up and down. Keep moving. കോർ മസിൽസ് എൻഗേജ് ചെയ്തുകൊണ്ട് ചെയ്യാം. നൗ സൈഡ് പ്ലാങ്ക്. കാല് നീട്ടി വെക്കാം സൈഡിലേക്ക്. ജസ്റ്റ് ഷോൾഡറിന്റെ മുകളില്, ഷോൾഡറിന്റെ തൊട്ട് താഴെ പാംസ് വരണം. ആ രീതിയിൽ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാം. ഹോൾഡ്. ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാല് മുമ്പിൽ ഇങ്ങനെ വെക്കുക കേട്ടോ. ഒരു കാലിങ്ങനെ മുമ്പിൽ വെച്ചിട്ട് ഇടുപ്പിൽ കൈ വെച്ച് നോക്കുക. അതും ബുദ്ധിമുട്ടാണെങ്കിൽ കാൽമുട്ട് താഴെ വെക്കാം. പക്ഷെ അത്രയും ബുദ്ധിമുട്ടുള്ള ആരും ഇല്ല ക്ലാസ്സിൽ. അപ്പൊ എല്ലാവർക്കും ലിഫ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബോഡി ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നോക്കുക. അതേപോലെ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നോക്കൂ. അങ്ങനെ ഇരുന്നിട്ട് നീട്ടി തലയിൽ കൈ വെച്ച് ഒരു കാല് മുമ്പിൽ ഇങ്ങനെ അബ്ഡമൻ ഉള്ളിലേക്ക് ടൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കും. കൈ ഷിവർ ചെയ്യുന്നുണ്ടാവും അല്ലേ. ഹോൾഡ്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കാല് ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കാം കേട്ടോ. ഇങ്ങനെ കാലിന്റെ മുകളിൽ കാല് വെച്ച് നിൽക്കാം. അങ്ങനെ ഇരുന്നോളൂ. എല്ലാവരും ഇരിക്കുക. കാല് മടക്കി ഇരിക്കുക. റഷ്യൻ ട്വിസ്റ്റ് അഗൈൻ. നമുക്ക് അറിയാവുന്ന വർക്കൗട്ട് ആണ്. മെല്ലെ സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യാം. ബ്രീത്ത് ഔട്ട്. 1, 2, 3, 4, 5, 6. ടേൺ. മെല്ലെ സൈഡിലേക്ക് ടേൺ ചെയ്യാം. ബ്രീത്ത് ഔട്ട്. 1, 2, 3, 4, 5, 6. ഫുള്ളായിട്ട് തിരിയണ്ട. ധന്യ സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കൂ. നട്ടല് നിവർന്നിരിക്കട്ടെ. നിഷ നട്ടല് നിവർന്നിരിക്കാം. ജീന കീപ് മൂവിങ്. സിനി നെക്സ്റ്റ് വൺ. മെല്ലെ പുറകിലേക്ക് ഇങ്ങനെ ലീൻ ചെയ്തിട്ട് തിരിച്ചു വരാം. സെയിം തന്നെ. ലീൻ ബാക്ക്. ബ്രീത്ത് ഔട്ട്. 1, 2, 3, 4, 5, 6. തിരിച്ചു വരാം. ബ്രീത്ത് ഇൻ ത്രൂ നോസ്. മെല്ലെ പുറകിലേക്ക് പോവാ. ആൻഡ് ബ്രീത്ത് ഔട്ട്. 1, 2, 3, 4, 5, 6. വെരി ഗുഡ്. Keep moving. Breathe in through your nose and breathe out. Keep moving. Very good. Very good. Superb. Keep moving. Now change. അത് ഒരു കാല് സ്ട്രെച്ച് ചെയ്തിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഓപ്പോസിറ്റ് വെക്കാം. ബ്രീത്ത് ഔട്ട്. സൈഡിലേക്ക് കേട്ടോ. ബ്രീത്ത് ഔട്ട്. കാല് വൈഡ് ആക്കുക സൈഡിലേക്ക്. അഗൈൻ ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട്. കം ബാക്ക്. കോർ മസിൽസ് എൻഗേജ് ചെയ്തുകൊണ്ട് ചെയ്യാം. കീപ് മൂവിങ്.
വെരി ഗുഡ്. നൗ ചേഞ്ച്. വലത് കാലാണ് ഇപ്പൊ ചെയ്തത്, ഇടത് കാലം ഇനി ചെയ്യാം. വലത് കാലം മടക്കി വെച്ച് ഏത് കാലാണോ ചെയ്തത് അതിന്റെ ഓപ്പോസിറ്റിലേക്ക്. ഇപ്പൊ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് കാല് ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. വെരി ഗുഡ്. ആബ്സ് ടൈറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക. കാല് പോയിന്റ് ചെയ്ത് വെക്കുക. കീപ് മൂവിങ്, കീപ് മൂവിങ്. Abs tight. ഇനി രണ്ട് കാലും ഒന്നിച്ചൊന്ന് ട്രൈ ചെയ്യാം. ധന്യയുടെ കാൽമുട്ട് മടങ്ങിയിട്ടുള്ളത് നിവർത്തി വെക്കൂ കേട്ടോ. റെഡി? രണ്ട് കാലും ഒന്നിച്ച്. ജീന ഒളിഞ്ഞു നിൽക്കുന്നു. ബ്രീത്ത് ഔട്ട്, സർക്കിൾ, ചേഞ്ച്. വെരി ഗുഡ്. ബ്രീത്ത് ഔട്ട്. സൂപ്പർ. കീപ് മൂവിങ്. Breathe out. Very good. ചുണ്ട് കൂട്ടി പിടിക്കരുത്. വായ തുറന്ന് ശ്വാസം വിടുക നിഷ. കാൽ ലിഫ്റ്റ് ചെയ്ത് സർക്കിൾ ചെയ്യാം. അങ്ങനെ പുറകിലേക്ക് കിടക്കൂ. പുറകിലേക്ക് കിടന്നിട്ട് കാല് ബ്രീത്ത് ഔട്ട്, കം ബാക്ക്, ബ്രീത്ത് ഔട്ട് ആൻഡ് കം ബാക്ക്. മെല്ലെ ചെയ്യാം. ബ്രീത്ത് ഔട്ട്. 1 2 3 4. എത്ര ലെങ്ത് കൂട്ടി ശ്വാസം പുറത്തേക്ക് വിടാൻ പറ്റുമോ അത്രയും ലെങ്ത് കൂട്ടിയിട്ട് മെല്ലെ ചെയ്താൽ മതി. സ്പീഡേ വേണ്ട. കീപ് മൂവിങ്, കീപ് മൂവിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ ക്രാബ്. ഇരുന്നിട്ട് കൈ ബാക്കിൽ വെക്കുക. ബ്രീത്ത് ഔട്ട്, റൈസ് യുവർ ഹിപ്സ്. ബ്രീത്ത് ഇൻ ആൻഡ് ഡൗൺ. പറ്റുന്നുണ്ടെങ്കിൽ തലയിൽ ഇങ്ങനെ കൈ വെക്കുക. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ഡൗൺ. Then change. Hips up and down. അടുത്ത സൈഡ് പ്ലാങ്ക് ആണ്. അബ്ഡോമൻ ടൈറ്റ്, ക്രാബ്, ഹിപ്സ് അപ്പ്. ചെയ്തു ആയിട്ടില്ല. ധന്യനെ വർക്കൗട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അല്ലെ വീട്ടുകാര്. സൈഡ് പ്ലാങ്ക് ചെയ്യാ എല്ലാവരും. അങ്ങനെ കൈ സൈഡിലേക്ക് ഇങ്ങനെ കുത്തുക. കാല് മുമ്പിൽ ഇങ്ങനെ വെക്കുക. ആൻഡ് റൈസ്, ഹോൾഡ്. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാല് നീട്ടി തന്നെ വെക്കുക കേട്ടോ. ഷോൾഡറിന്റെ തൊട്ട് താഴെ പാംസ് വരണം, അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ബുദ്ധിമുട്ടാണെങ്കിൽ കാൽമുട്ട് താഴെ വെച്ചോളൂ. ബുദ്ധിമുട്ടല്ല, നിശയൊക്കെ പൊക്കും, അതല്ല പിന്നെ. ജസ്റ്റ് ഹോൾഡ് ചെയ്യാ. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഷീജ, ഫ്ലോറിൽ ഒന്നും വിരിച്ചിട്ടില്ല അല്ലെ? ഫ്ലോറിൽ ഷീറ്റോ മാറ്റോ എന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലും വിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്. അല്ല, നിഷയോടല്ല, ഷീജയോടാ പറഞ്ഞത്. ഓപ്പോസിറ്റ് സൈഡ്. സിനിയുടെ ക്യാമറയും കൊണ്ട് ആരാ ഓടിക്കളിക്കുന്നത്? ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുമ്പോൾ ഏത് പൊസിഷനിൽ നിൽക്കുകയാണെങ്കിലും നിങ്ങളുടെ അബ്ഡമൻ മാക്സിമം ഉള്ളിലേക്ക് വലിച്ചു പിടിച്ച് നിൽക്കുക. നിന്നോളൂ, ഞാൻ പറയാം. അടുത്തത് എൽബോ പ്ലാങ്ക് ആണ്. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ട് കൈ മുട്ട് മടക്കിയിട്ട് ഫ്ലോറിൽ വെക്കുക. ഒരു കൈ മുന്നിൽ ഇങ്ങനെ വെക്കുക. അബ്ഡമൻ ടൈറ്റ് ചെയ്യുക. ഹിപ്സ് അപ്പ്. ബ്രീത്ത് ഇൻ ത്രൂ യുവർ നോസ് ആൻഡ് ബ്രീത്ത് ഔട്ട്. 1 2 3 4 5 6. പറ്റുമെങ്കിൽ കാലിങ്ങനെ വെച്ചോ കേട്ടോ. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. 1 2 3 4 5 6. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. 1 2. മുട്ട് താഴെ വെച്ച് റെസ്റ്റ് എടുത്താൽ മതി നിഷ. 5 6. ബ്രീത്ത് ഇൻ. മുട്ട് കണ്ടോ ഞാൻ താഴെ വെച്ചിരിക്കുന്നത്? ഇതേപോലെ വെച്ചാൽ മതി. 5 6. ബ്രീത്ത് ഇൻ, റിലാക്സ്. നേരെ എഴുന്നേറ്റിട്ട് ധന്യ അങ്ങോട്ട് തിരിയണ്ട. എഴുന്നേറ്റ് ഇരുന്നിട്ട് ഇങ്ങോട്ട് തിരിയ. Then come on, side plank. കാല് നീട്ടി വെച്ചതിന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ ലിഫ്റ്റ് ചെയ്യാം. ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം ഒരു കാല് മുമ്പിൽ വെക്കുക.
അതും ബുദ്ധിമുട്ടാണെങ്കിൽ നീട്ടി വെച്ച കാലിന്റെ മുട്ട് താഴെ വയ്ക്കുക. ഓക്കെ, breathe in, breathe out. Nisha, come on Nisha. Up. Breathe in and breathe out. 1, 2, 3, 4, 5, 6. Good. Elbow plank, കമിഴ്ന്ന് മുട്ട് കുത്തി നിൽക്കുക ഫസ്റ്റ്. എന്നിട്ട് നിങ്ങളുടെ ഷോൾഡറിന്റെ താഴെ കൈ വരുന്നത്, ഷോൾഡറിന്റെ താഴെ കൈ വരുന്നു കേട്ടോ. മുട്ട് കുത്തി നിന്നോ എല്ലാരും. ഇനി അബ്ഡമൻ ടൈറ്റ് ചെയ്തിട്ട് മുട്ട് ലിഫ്റ്റ് ചെയ്യാം. എന്നിട്ട് ഫോർവേഡ് ബാക്ക്വേർഡ് ഇങ്ങനെ 1, 2, 3, 4. Breathe out. Breathe out. ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുട്ട് താഴെ വെച്ചിട്ട് ഇങ്ങനെ മുമ്പിലേക്ക് പോവാ, തിരിച്ചു വരിക. അഗൈൻ മുമ്പിലേക്ക് പോവാ, തിരിച്ച് മുട്ട് താഴെ വെക്കുക. ആബ്സ് ടൈറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് മുമ്പിലേക്ക് പോവാ, ബ്രീത്ത് ഔട്ട് ചെയ്ത് തിരിച്ചു വരിക. Breathe in, move forward and breathe out. Breathe in, move forward and breathe out. Keep moving. Breathe in and breathe out. Breathe in and breathe out. Done. നേരെ കോബ്ര സ്ട്രെച്ച്. കമിഴ്ന്ന് കിടക്കുക. നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞു കേട്ടോ. കമിഴ്ന്ന് കിടന്നിട്ട് ഷോൾഡറിന് താഴെ കൈ വെച്ച് നെല്ലെ ഓപ്പൺ ചെയ്ത് ചെസ്റ്റ്. കാല് രണ്ടും വൈഡായിട്ട് വെക്കാം. കീപ് ബ്രീതിങ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഒരു കാല് മടക്കിയിട്ട് കൈ കൊണ്ട് കാലിന്റെ ആംഗിളിൽ പിടിക്കുക. എന്നിട്ട് സ്ട്രെച്ച്. കാല് മുകളിലേക്ക് ഇങ്ങനെ പൊക്കാൻ നോക്കും. കൈ മുകളില്. ലുക്ക് അപ്പ്. നട്ടെല്ല് മുകളിലേക്ക് വളയ്ക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Change. Other leg. Change. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. സ്ട്രെച്ചിങ് ഫീൽ ആവുന്ന സ്ഥലത്തൊക്കെ നിങ്ങളുടെ താങ്ക് യു മെസ്സേജ് സെൻഡ് ചെയ്യുക. ഇന്നത്തെ ദിവസം നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തതിന്, ഓടി നടക്കാനും ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനും ഒക്കെ സപ്പോർട്ട് ചെയ്തതിന് നിങ്ങളുടെ ശരീരത്തിന് മുഴുവനായിട്ട് താങ്ക് യു മെസ്സേജ് സ്പ്രെഡ് ചെയ്യുക. ചേഞ്ച്. അതർ സൈഡ്. എഴുന്നേറ്റ് അതർ സൈഡിലേക്ക് ഇരിക്കുക. സ്ട്രെച്ച്. ഡൗൺ. കാല് മുകളിലേക്ക് നോക്കിയിട്ട് രണ്ട് കാലും വൈഡാക്കി രണ്ട് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. Stretch. Just feel the stretch. Relax. കാലിന്റെ ആംഗിൾസിൽ പിടിക്കുക. ആംഗിൾസിൽ പിടിച്ചിട്ട് കൈ കൊണ്ട് താഴേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. കാൽമുട്ട് താഴേക്ക് പ്രസ് ചെയ്യുക. കാലിന്റെ അടിയിൽ പിടിക്കാൻ പറ്റുമോ നോക്കൂ. പറ്റുമെങ്കിൽ അങ്ങനെ പിടിക്കുക. കാലിന്റെ അടിയിൽ
എന്നിട്ട് മെല്ലെ ഇങ്ങനെ സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. ടേൺ അപ്പ് അതർ സൈഡ്. ഇതാണ് ഹാപ്പി ബേബി പോസ് കേട്ടോ. കാലിന്റെ അടിയിൽ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോ നിഷ, ഇല്ലെങ്കിൽ ആംഗിളിൽ പിടിക്കും. എന്നിട്ട് സൈഡിലേക്ക് ഇങ്ങനെ ശരി. both sides. Relax your body. Just relax your mind. Complete body relax ചെയ്ത് കണ്ണടച്ച് ഫ്രീ ആയിട്ട് കിടക്കുക. Breathe in through your nose. മൂക്കിലൂടെ ശ്വാസം എടുക്കുക. And breathe out. Just feel relaxed. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് അറ്റൻഷനും മുഴുവൻ ശ്രദ്ധയും നിങ്ങളിലേക്ക് തന്നെ വരുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക. Breathe in and breathe out. Just feel relaxed, happy and peaceful. Breathe in and breathe out. Relax your body. Just say, I'm relaxing my leg muscles. കാലിന്റെ muscles എല്ലാം relax ചെയ്യാം. Relax your knees, thighs and hips. Relax your abdominal area. Relax your chest, spine and back muscles. Relax your shoulders, elbows, thighs and hips. Relax your palms, wrists. Relax your neck. നിങ്ങളുടെ മുഖത്തുള്ള എല്ലാ മാംസപേശികളൊക്കെ റിലാക്സ് ചെയ്യുക. റിലാക്സ് your chin, cheeks and ears. Relax your neck and shoulders. Relax your eyes, nose, forehead. Breathe in through your nose. Feel the fresh air. Breathe out. Relax your body completely. ഓരോ തവണ ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങൾ കൂടുതലായി സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ജീവിതത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക. നിങ്ങളുടെ ലൈഫ് കൂടുതൽ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൂടുതൽ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഓരോന്നോരോന്നായി നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. You are becoming the most happiest person in this world. Once again, take a deep breath in. കൈ രണ്ടും ഇന്റർലോക്ക് ചെയ്യുക. മുകളിലേക്ക് വലിച്ചു പിടിക്കുക. Stretch and release. നല്ല എഴുന്നേറ്റിരിക്കുക. നല്ല സ്നേഹത്തോടു കൂടി ഒന്ന് ശരീരം മെല്ലെ ഒന്ന് പാമ്പർ ചെയ്യുക. Say, I love myself. I respect myself. I value my emotion. I value my health. I am happy and I am grateful for all the blessings in my life. ചെറുതും വലുതുമായിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിയുള്ള ആളാണ്. Thank you so much. എന്തെങ്കിലും ഡയറ്റിന്റെ ഡൗട്ട് ഉണ്ടോ?
എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഡയറ്റ് റിലേറ്റഡ്? മാം ഈ കോവയില്ലേ റാഗി, ആ റാഗി ഇങ്ങനെ നമ്മൾ ഉപ്പിട്ടിട്ട് തേങ്ങയൊക്കെ ചിരവിട്ടിട്ട് അങ്ങനെ കഴിക്കാവോ? തേങ്ങ ചൂടാവാതിരുന്നാ മതി. ആ നല്ലതാണ്. അങ്ങനെ കഴിക്കില്ലേ? വെരി ഗുഡ്. അതിന്റെ കൂടെ കുറച്ച് പീനട്ട് സ്പ്രൗട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. കുറച്ച് പീനട്ട് മുളപ്പിച്ചത് അതിങ്ങനെ ഇടയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. റാഗിയുടെ കൂടെ പീനട്ട് മുളപ്പിച്ചത് കേട്ടോ, ശരിക്ക് കേൾക്കണേ. മുളപ്പിച്ചത് വേവിച്ചതല്ല, മുളപ്പിച്ചത് പച്ചക്ക് തന്നെ. അതിനൊരു ഇളം മധുരമായിരിക്കും ഉണ്ടാവുക. റാഗിയുടെ ചൂട് തട്ടി പീനട്ട് വേവാനും പാടില്ല. അപ്പൊ ചൂട് ആറിയതിന് ശേഷം കഴിക്കാനിരിക്കുമ്പോൾ മാത്രം അത് ആഡ് ചെയ്യാം, തേങ്ങയും പീനട്ടും. പീനട്ട് മുളപ്പിച്ചത്. അടിവരട്ട് ശ്രദ്ധിക്കാൻ, അടിവരട്ട് ഇൻവേർട്ടഡ് കോമേ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നമുക്ക് ഡയറ്റ് തരുമെന്ന് പറഞ്ഞായിരുന്നു, അത് പിന്നെ തന്നില്ല. അപ്പൊ ജീന എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവില്ല. മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നോ? കോച്ച് സന്ധ്യ വന്നു കഴിഞ്ഞിട്ട് മറ്റേ കുക്കിംഗ് ബുക്ക് അത് അയച്ചുതരാം കേട്ടോ. 1 വീക്കും കൂടി. ഒരു ഇത് കൂടെ തെറ്റാണോ ശരിയാണോ എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ചോദിക്കണം. ഈ മറ്റേ ചെറുപയർ ഇതൊക്കെ മുളപ്പിച്ചത് എനിക്ക് അത്ര ഇഷ്ടമല്ല. പകരം വെജിറ്റബിൾസ് കഴിച്ചാൽ മതി. പകരം എന്ത് കഴിച്ചാൽ മതിയോന്നാ? വെജിറ്റബിൾസ്. സ്പ്രൗട്ട്സിന് പകരം വെജിറ്റബിൾസ് ആവില്ല. എനിക്കത് ഇഷ്ടമല്ല. അപ്പൊ അത് ഇഷ്ടമല്ലെങ്കിൽ എങ്ങനെ കഴിക്കാറുള്ളത്? അത് മുളപ്പിച്ചിട്ട് ഉള്ളിയും പച്ചമുളകും ഇട്ട് വേവിച്ചിട്ട് ആറിയ ശേഷം തേങ്ങ ചിരവിട്ടിട്ട് കഴിക്കും. സാധാരണ മുളപ്പിക്കാതെ പയർ കഴിക്കാറുണ്ടോ? അത് കഴിക്കും. അത് ഇഷ്ടാണ്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് മുള മുഴുവനായിട്ട് വരാൻ കാത്തു നിൽക്കണ്ട. അതിന്റെ ചെറിയൊരു വൈറ്റ് കളറ് പുറത്തേക്ക് പൊട്ടി നിൽക്കില്ലേ, അപ്പൊ തന്നെ എടുക്കാം. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഏറ്റവും ഗുണവും ആ സമയത്താണ്, ചെറിയ മുള വരുന്ന സമയത്ത്. അത് കണ്ടു കഴിഞ്ഞാൽ മുളച്ചാണെന്ന് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ആ രീതിയിലാവുമ്പോ എടുത്താൽ മതി. നമ്മൾ അതിനെങ്ങനെ നീളത്തിൽ, ഇത്ര നീളത്തിലൊന്നും ആവാൻ, 1 ഇഞ്ച് നീളത്തിലൊന്നും ആവാൻ കാത്തു നിൽക്കണ്ട. ഓക്കെ, എന്തൊക്കെയാ അതിൽ കൂടെ ആഡ് ചെയ്യാറുള്ളത്? വേറെ ഉള്ളി, മുളക്. എന്ത് മുളകാണ്? പച്ചമുളക്. ഓക്കെ, ഉള്ളിക്ക് പകരം ഉള്ളിന്റെ തണ്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കൂ കേട്ടോ. ഉള്ളിത്തണ്ട്. അതിന്റെ സ്പ്രിംഗ് ഓനിയൻ എന്നൊക്കെ പറയാ അതിന്. കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ആ മുളച്ചത്. ഓക്കെ, എങ്ങനെയാ അത് കുക്ക് ചെയ്യാറ്? ആ മുളപ്പിച്ച് വേവിക്കും. ഉള്ളിയും മുളകും ഇട്ടിട്ട് വേവിക്കും, ഉപ്പിട്ടിട്ട്. എന്നിട്ട് ആ വെള്ളം കൂട്ടിയ ശേഷം ആറിയിട്ട് തേങ്ങ ചിരവിയിടും. ഓക്കെ, വെള്ളം കളയൊന്നും ഇല്ലല്ലോ അല്ലെ? ഇല്ല. ഓക്കെ, ഫൈൻ. അപ്പൊ അടുത്ത പ്രാവശ്യം അങ്ങനെ കഴിച്ചിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ വേറെ എന്തെങ്കിലും? എത്രത്തോളം വെള്ളം കുടിക്കേണ്ടത്? സബ്ന, എന്താണ് വെള്ളം എത്ര കുടിക്കേണ്ടത്? നമുക്ക് ദാഹിക്കുമ്പോ കുടിച്ചാൽ ദാഹിക്കുമ്പോ കുടിക്കാം. അത്ര കുടിച്ചാൽ മതി. ദാഹിക്കാറില്ലേ? ദാഹിക്കുന്ന സമയത്ത് പിന്നീട് കുടിക്കാന്ന് ആലോചിക്കരുത്, അപ്പൊ തന്നെ കുടിക്കും. അപ്പൊ അങ്ങനെ കുടിക്കുമ്പോ നമ്മളൊരു 2 to 3 ലിറ്റേഴ്സിന്റെ അകത്ത് വെള്ളം എന്തായാലും കുടിക്കും. നമ്മൾ പിന്നെ കുടിക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കുടിക്കാന്ന് ആലോചിക്കുമ്പോഴാണ് ഡിലേ വരിക. അപ്പൊ ഒരു ബോട്ടിൽ വെള്ളാക്കിയിട്ട് അടുത്തെവിടെങ്കിലും വെച്ചാൽ മതി, കാണുമ്പോ കുടിക്കാൻ തോന്നിക്കോളും. പിന്നെ ഇവിടെ തണുപ്പാകുമ്പോഴും വെള്ളത്തിന്റെ അംശം ശരീരത്തിൽ കുറയും, തണുത്ത സ്ഥലങ്ങളാണെങ്കിലും. വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. വെള്ളം കുടി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിലൊക്കെ വേറെ മനസ്സിലാവും. അപ്പൊ ദാഹിക്കുന്നുണ്ടോന്ന് ഇടയ്ക്ക് ഇങ്ങനെ സ്വയം ചോദിച്ചാൽ മതി. അപ്പൊ വാട്ടർ ബോട്ടിൽ നല്ല ഭംഗിയുള്ള ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിക്കാം, എന്നിട്ട് അവിടെ ഇങ്ങനെ കാണുന്ന സ്ഥലത്ത് വെച്ചാൽ മതി, അപ്പൊ ഓർമ്മ വരും. ജോലിക്ക് പോകുമ്പോ ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്. യെസ്. ഞാൻ ഞാൻ പറഞ്ഞില്ലേ അത്തന്നെ വളഞ്ഞു പോകുന്നു, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. വയറ്
ചാടിയ കാരണേ പൊസിഷൻ അല്ലേ ബെൻഡ് പോലെ. നമ്മൾ ഈ എക്സസൈസിലൂടെ തന്നെ അത് റെഗുലർ ശരിക്ക് നമ്മൾ ഈ ക്രാബ് ചെയ്യുമ്പോ എങ്ങനെ ഉണ്ടത് ക്രാബ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല, ചെയ്യാൻ കുഴപ്പമില്ലല്ലോ. പറ്റുന്നുണ്ട്. ക്രാബിലൊന്ന് നടക്കാൻ ട്രൈ ചെയ്ത് നോക്കിയേ. ബാക്കോട്ടായിട്ടാ ആ പറ്റുണ്ടോ നോക്കിയേ. ഇരുന്നിട്ട് അത് തന്നെ ഇടുപ്പ് ലിഫ്റ്റ് ചെയ്യാം. ആ ഇടുപ്പ് കുറച്ചുകൂടെ പൊക്കി പോകട്ടെ. ആ നടക്കാൻ ബുദ്ധിമുട്ടില്ല അല്ലേ? അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ ക്രാബ് വർക്ക്ഔട്ട് ചെയ്യുമ്പോ അങ്ങനെ ഒന്ന് വാക്ക് ചെയ്താൽ മതി. ഉള്ള സ്ഥലത്ത് ഇങ്ങനെ കറങ്ങിയിട്ട് വരാം. ഓരോരോ വർക്ക്ഔട്ട്സ് ഉണ്ട് നമുക്ക്. ഇത് ചെയ്യാം, പിന്നെ കോബ്ര സ്ട്രെച്ച്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന സ്ട്രെച്ചിങ് ഇല്ലേ, അതൊക്കെ ഉണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ, പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ ഞാനൊരു വീഡിയോ അയച്ചു തരാം, അത് ചെയ്തിട്ട് അയച്ചു തരാം. അപ്പൊ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കണം വീഡിയോ റെഡി ആയോ കേട്ടോ. അപ്പൊ ഓക്കെ, അത് ക്രാബ് വാക്ക് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവും. അപ്പൊ ക്രാബ്സ് ചെയ്യുന്ന സമയത്ത് ക്രാബ് വാക്കായിട്ട് ചെയ്യാം. പിന്നെ കുറച്ച് വർക്ക്ഔട്ട്സ് എക്സ്ട്രാ ആഡ് ചെയ്ത്, അധികമൊന്നുമില്ല, ഒരു 3-4 വർക്ക്ഔട്ട്സ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആയിരിക്കും. എനിക്കുണ്ടായിരുന്നു, എനിക്ക് സ്കൂൾ ബാഗ് പണ്ട് ഞാൻ ഇങ്ങനെ തൂക്കിയിട്ട് എപ്പോഴും ഒരു 3/4 മണിക്കൂർ സ്കൂളിലേക്ക് നടക്കാനുണ്ട്. അപ്പൊ നടന്ന് ഞാൻ കുറച്ച് ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ക്രാബ് അതുപോലെ വീൽ പോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്താണ് റെഡി ആക്കിയത്. പിന്നെ ഇങ്ങനെ നിന്നിട്ട് പുറകിലേക്ക് ഇങ്ങനെ പിടിക്കുന്നതൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം, വർക്ക്ഔട്ട് ഞാൻ അയച്ചു തരാം കേട്ടോ. നെക്സ്റ്റ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡയറ്റ് ജീന എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കണം ഏത് സമയത്താണ് ഫ്രീ എന്നൊക്കെ. നമ്മൾ ക്ലാസ് വരുമ്പോൾ മാത്രമേ കാണാറുള്ളൂ. ആർക്കെങ്കിലും 1-on-1 സെഷൻ വേണമെന്നുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. എന്തെങ്കിലും ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഡയറ്റിൻ്റെ ഡൗട്ട് ചോദിക്കാനൊക്കെ പേഴ്സണലായിട്ട് ടൈം വേണമെന്നുണ്ടെങ്കിൽ ഐ ആം അവൈലബിൾ ഫോർ യു. 9 o'clock വരെ ഞാൻ അവൈലബിൾ ആണ്. വേണമെങ്കിൽ 9:30 വരെയൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ജീന ഇപ്പൊ ഫ്രീ ആണോ? എന്നാ പിന്നെ എല്ലാരും ചെക്കൗട്ട് ചെയ്തോളൂ, ഞാൻ ജീനയ്ക്ക് ഡയറ്റ് പറഞ്ഞു കൊടുക്കാം കേട്ടോ.